വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്തൊക്കെ ആഹാരം കഴിക്കും? വെജാണോ? നോൺ വെജാണോ? നോൺ വെജിൽ തന്നെ എന്തൊക്കെ കഴിക്കും? അപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ പറയും, തിരിഞ്ഞ് കടിക്കാത്ത എന്തും ഞങ്ങൾ കഴിക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. വിദേശത്ത് പോകുമ്പോൾ, ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, കഞ്ഞിയുണ്ടോ, പയറുണ്ടോ, കപ്പയുണ്ടോ, മീനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അറിയാവുന്നവരുടെ കാപ്പയും പയറും ഒക്കെ കഴിക്കാൻ നാട്ടിൽ നിന്ന് ഇവിടെ വരണോ? ഇവിടുത്തെ ആഹാരം കഴിക്കുക, അതാണോ വേണ്ടത്? എന്നാൽ നമ്മുടെ ഒരു സിനിമാക്കാരനുണ്ട്, മികച്ച ക്യാമറമാൻ, ചന്ദ്രകുമാറിൻ്റെ അനുജൻ, നടനാണ്, നിർമ്മാതാവാണ്. ഞങ്ങൾ ഒരുമിച്ച് ചൈനീസ് റെസ്റ്റോറൻറ്റൊക്കെ പോകാറുണ്ട്. അന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ട് വെറൈറ്റി സാധനങ്ങളാണ് സുകുമാർ കഴിക്കാറ്. നല്ല സുഹൃത്താണുണ്ട്. അപ്പോൾ സുകുമാറിനെ കുറിച്ച് വിദേശത്ത് ഷൂട്ടിങ്ങിന് പോയ ഘട്ടത്തിൽ തിരിച്ചു വന്നപ്പോൾ ദിലീപ് കാവ്യം ഒരു കാര്യം പറയുണ്ടായിരുന്നു. ഇയാള് സുകുമാർ എല്ലാം കഴിക്കും. എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു. ഒരു അണ്ടർലൈൻ ഉണ്ട് കേട്ടോ. എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കഴിക്കാത്ത സാധനം കൂടി കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാള് സുകുമാർ തിരിച്ചടിച്ചു. അതായത് ഞാൻ കഴിക്കണ സാധനങ്ങൾ കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഛർദ്ദിച്ചു എന്നാ പറഞ്ഞത്. എന്താ സംഭവം എന്നാ സംഭവം വെച്ചാൽ ഒരു വിദേശത്ത് ഒരു പാട്ട് സീൻ എടുക്കാൻ പോയതാണ്. അത് ദിലീപും കാവ്യയും തമ്മിലുള്ള ജോഡിയുള്ള സീൻ. ക്യാമറമാൻ സുകുമാർ അവിടെ റെസ്റ്റോറൻറ്റ് ചെന്ന് മെനു കൊടുത്തു. മെനു കൊടുത്ത കൂട്ടത്തിൽ ഈ സുകുമാർ ചാടി വീണു. ആദ്യം കണ്ട് പാമ്പ് ഫ്രൈ, പച്ചമീൻ, ഇതൊക്കെ കണ്ടത്. ഇത് ആദ്യം ഞാനത് ഓർഡർ ചെയ്തു. അപ്പോൾ ഇവർക്ക് നോക്കിയിരിക്കുക, ദിലീപും കാവ്യം നോക്കിയിരിക്കുക. ഇതെന്തെങ്കിലും പച്ചമീനും ഈ പാമ്പ് ഫ്രൈ ഒക്കെ അവരപ്പം തന്നെ വല്ലാതെ ഒരു ഛർദ്ദിക്കാവുന്ന അങ്ങനെ ഒരു പരുവത്തിലെത്തിക്കട്ടെ. അപ്പോൾ ഇവരുടെ മുഖത്തേക്ക് ഈ സുകുമാർ നോക്കി, വേണ്ട ഓർഡർ ചെയ്യണില്ലേ? ഓർഡർ ചെയ്യുന്നു. പാമ്പിനെ തിന്നാനാ, പച്ചമീൻ കഴിക്കാനാ. പച്ചമീൻ അവിടെയുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പച്ചമീൻ മേടിച്ച് അത് കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും മസാലയൊക്കെ ചേർത്ത് നല്ല കറി വെച്ചാണ് കഴിച്ചത്. കറി വെക്കണമെങ്കിൽ വെച്ചാൽ ഇനി വേണമെങ്കിൽ ഈ പുളിരസം അല്ലെങ്കിൽ നല്ല നാളികേരത്തിൻ്റെ പാല് കൂടി മിക്സ് ചെയ്തിട്ടാണ് കറി വെച്ച് കഴിക്കാറ്. രണ്ട് പച്ചമീൻ കഴിക്കുന്ന പറയേണ്ട മാന നഷ്ടപ്പെടുന്നവർ. സുകുമാർ പറഞ്ഞത്രേ ഉള്ളൂ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ നാടിൻ്റെ സംസ്കാരമാണത്. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല. ഇത് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നതാണ്. പച്ചമീൻ കഴിക്കുന്നത് കണ്ടില്ലേ? ആ ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാർ കണ്ടോ? ഈ ടേബിൾ. അപ്പം ഓരോ ടേബിളിൽ ഇരുന്നിട്ട് അവരിതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അതും നമ്മളിങ്ങനെ ലഡു കഴിക്കുന്ന പോലെയാണ് ഇവർ ഈ പച്ചമീനൊക്കെ ഇങ്ങനെ കടിച്ച് ഒപ്പം ചില മുളകും കടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയിരിക്കുക തന്നെ ഈ മറ്റുള്ളവർ ചിലർ നമ്മുടെ ആൾക്കാരനെ കാവ്യം ഇതിലൊക്കെ ഛർദ്ദിക്കേണ്ട ഒരു വട്ടത്തിലെത്തി. അപ്പം ഇത് നോക്കിയിട്ട് ഇയാൾക്കൊരു കുസൃതി തോന്നി. ഈ സാധനം കൊണ്ടുവച്ചപ്പോൾ സുകുമാർ എന്ത് ആദ്യം ഈ പച്ചമീൻ എടുത്തു. ദിലീപേ, കാവ്യേ, നോക്ക്, ഈ മീൻ പച്ചമീനാണ്. ഇതെങ്ങനെയാണ് കഴിക്കുകയെന്ന് അറിയോ? കഴിക്കാന്ന് വെച്ചാൽ ഇയാളിങ്ങനെ വായ വെച്ചിട്ട് കടിച്ചു കൂട്ടത്തിൽ. അപ്പം ഇത് കഴിക്കുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും തെറിച്ചു തുടങ്ങി. അപ്പം തന്നെ കാവ്യ ഛർദ്ദിച്ചു. ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം പാമ്പ് ഫ്രൈ. പാമ്പ് മനസ്സിലായല്ലോ? ഇയാൾ പതുക്കെ വളരെ ആസ്വദിച്ച് ഈ പാമ്പ് ഫ്രൈയും ഈ പച്ചമീനും അയാൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇത് പാട്ടായപ്പോൾ സുകുമാരൻ പറഞ്ഞത് എന്താ? ഓരോ രാജ്യത്ത് ഞാൻ പോകുമ്പോഴും ആ നാടിലെ സ്പെഷ്യൽ ഐറ്റമാണ് ഞാൻ ആദ്യം ചോദിക്കുക. കാരണം നാട് ചുറ്റുന്നത്, രാജ്യങ്ങൾ സഞ്ചരിക്കുന്നത് അവിടുത്തെ സംസ്കാരം പഠിക്കാനുമാണ്, ആ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കാൻ കൊണ്ടാണ്, അവരുടെ ഭക്ഷണ രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. കാരണം ഞാനൊരു ക്യാമറമാൻ മാത്രമല്ല, ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ എഴുതും, വായിക്കും, അഭിനയിക്കും, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഭാവിയിൽ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യേണ്ടതാണ്. അതിനുശേഷം സിനിമ അയാൾ സംവിധാനം ചെയ്തു എന്നുള്ള കാര്യം വേറെ. ഇത്രയൊക്കെ ചെയ്ത കൂട്ടത്തിൽ സുകുമാരൻ പറഞ്ഞതല്ലേ സത്യം? ശരിക്കും നമുക്ക് ആർക്കും തോന്നാത്ത കാര്യങ്ങളാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. കാരണം സുകുമാരൻ മാത്രമല്ല, മറ്റു പലരും മുമ്പൊരിക്കൽ എൻ്റെ ഒരു വേറെ സുഹൃത്ത്, തൃശ്ശൂരുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, അവിടെ പാരകൻ എന്നുള്ളൊരു ബാർ മുമ്പുണ്ടായിരുന്നു. അവർ ഇങ്ങനെ മദ്യപിക്കാൻ പോകും. പാരകൻ ഫേമസ് ബാറാണ്, ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. അവിടുത്തെ ഈ കൂട്ടുകാരനെ കൊണ്ടുപോയി ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ടച്ചിങ് സാധനങ്ങളായിട്ട് ഇങ്ങനെ വെച്ചു കിട്ടും.
ടച്ചിങ് സാധനങ്ങൾ വെച്ച കൂട്ടത്തിൽ ഒരു ചിപ്സ്, സ്പെഷ്യൽ ചിപ്സ് ഇരിക്കുന്നുണ്ടാവും. കഴിക്കടാ കഴിക്കടാ മദ്യപിക്കുന്ന വേണ്ട കഴിക്കടാ കഴിക്കടാ എന്ന് പറഞ്ഞ് അയാൾ പ്രേരിപ്പിച്ചു. ഈ ചിപ്സ് നല്ല ടേസ്റ്റാണ്, ടേസ്റ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഒരു കൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. ചിപ്സിൽ കൂട്ട് വറക്കുമ്പോൾ ഇത് കഴിക്കുകയെന്ന് പറഞ്ഞു. കഴിച്ചെല്ലാം ടേസ്റ്റ് കൂടി. മദ്യം ഇനി വേണോ? വേണ്ട മതി പറഞ്ഞു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ അടുത്ത് ചെന്നു. ഇയാൾ ചോദിച്ചു, ഞാൻ ചിപ്സ് കഴിച്ചില്ലേ? അതെന്ത് ചിപ്സാണെന്ന് അറിയോ? ചിപ്സ് അതല്ല, അത് പാമ്പ് ചിപ്സാണ്. പാമ്പിനിങ്ങനെ ചിപ്സ് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് മസാല പുരട്ടി വെക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സാധനം. ഏറ്റവും കൂടുതൽ മദ്യപന്മാർ കഴിക്കുന്നത് തന്നെയാണ്. ഇത് വാഷ് ബേസിൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ വാഷ് ബേസിൻ നിറയെ ഈ സുഹൃത്ത് ഛർദ്ദിച്ച് ആവശ്യമായി. ഇങ്ങനെയും ചില കഥകളൊക്കെ ഉണ്ട്. ഈ കഥകൾ പറയുമ്പോൾ പോലും സത്യമായിട്ട് പറയുമ്പോൾ ഇത് അനുഭവങ്ങളെ കൊണ്ട് എഴുതി. എനിക്ക് പിന്നീട് സുകുമാർ ഇന്റർവ്യൂ തന്നപ്പോൾ ഈ കാര്യം ഞാൻ ചോദിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നു. അവസാനം പറഞ്ഞു, ചേട്ടനും വേണമെങ്കിൽ ഇത് പരീക്ഷിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, പരീക്ഷിക്കാനൊന്നുമില്ല. പച്ചമീൻ എന്തായാലും ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാമ്പിൻ്റെ ഫ്രൈ ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ പരീക്ഷിക്കാൻ കേട്ടോ.